അത് കുറച്ചു നേരം നിർത്തി കഴിഞ്ഞ് ചാവി ഓണാക്കി എടുക്കുമ്പോ സ്റ്റാർട്ടിങ് കിട്ടൂല. അപ്പൊ ഡ്രൈവർക്ക് അതേ പറ്റിയണോ? വണ്ടി മറിഞ്ഞിട്ട് വേഗം മറിയ 3 മീനല്ലേ ഉള്ളൂ, വേഗം മറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിൽ നിന്ന് തെറിച്ചു പോവുകയാണ് ഡ്രൈവർ. ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം 8:20 നേരത്തെ പോകണമെന്നൊക്കെ കരുതിയതായിരുന്നു. ഇന്നലെ വന്നപ്പോൾ മഴ, രാവിലെ നല്ല മഴ എപ്പോഴാണൊന്ന് ചോർന്നത്. എണീറ്റെങ്കിൽ പോലും പോയില്ല എന്നുള്ളതാണ്. കാരണം മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ആളുകൾ ഇറങ്ങില്ല, വെറുതെ പണിക്കാർ സ്വീപ്പായിട്ടുണ്ടാവും. നമ്മൾ വെറുതെ പോവുക എന്നുള്ളതല്ലല്ലോ. പിന്നെ എന്നിട്ട് വണ്ടീൻ്റെ മാറ്റുകൾ കാര്യങ്ങളൊക്കെ ഊരി കഴുകി വെച്ചിട്ടുണ്ട്. വണ്ടിന് തുറന്ന് അതൊക്കെ സെറ്റ് ചെയ്യണം. ആ പരിപാടികളൊക്കെ ചെയ്യണം. ആദ്യം ചായ കുടിക്കട്ടെ. ആദ്യം എണീറ്റില്ല, ചായക്ക് പുട്ടും പഴവും കൂട്ടിയിട്ട് ചായ കുടിക്കാൻ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇറങ്ങാം. ചായ കുടിക്കട്ടെ കേട്ടോ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളുണ്ടെന്നാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താലും മറക്കരുത്. ഇന്നലെ ഞാൻ ഫ്ലാറ്റ് കംപ്ലീറ്റ് തുടച്ചെടുത്തിരുന്നു. അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങൾ. പിന്നെ ഈ ഫ്ലാറ്റിൽ പിന്നെ അതിലിങ്ങനെ വെള്ളം ചാടും. മെയിൻ ഗ്ലാസ് പിന്നെ ഇതിലൊക്കെ ഒന്ന് കംപ്ലീറ്റ് തുടച്ചു. മെയിൻ ഗ്ലാസ് ഞാൻ പറയണേ, മെയിൻ ഗ്ലാസ് അത് തുടച്ചു. ഞാൻ വണ്ടിയിലേക്ക് ഇടാൻ ഈ ഒരു മാറ്റ് ഇടണം. ആ ഒരു മാറ്റ് വന്നു ഒന്ന് ഇറക്കാം. ഇത് നമ്മളുടെ പഴയ ഒരു സൈഡ് കർട്ടനായിരുന്നു അതുപോലത്തെ. അപ്പോൾ അത് ഞാൻ ഈ ഒരു ഇതിക്ക് അളവാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ചെയ്ത ഓരോ പണികളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെയും കൂടി ഒന്ന് മടക്കി വെക്കണം, അല്ലെങ്കിൽ അത് അവിടെ മടക്കി വെക്കണം. ഇതിലേക്ക് ഒരു സൈഡിൽ മടക്കി വെക്കണം. ഇതെന്താ വെച്ചാൽ ഇതുമ്മ ചെളിയായാലും പെട്ടെന്ന് കേക്ക് എടുക്കാൻ കഴിയും. ഇതുമ്മ ചെളിയായിട്ട് അത് പെട്ടെന്ന് ഉരച്ചിട്ട് പോകണില്ല. ചെളി പോകുമ്പോൾ തന്നെ നിൽക്കുവാണ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു എനിക്ക് അവിടെ ഒരു മാറ്റ്. ഞാൻ പിന്നെ യാത്രയിലായതിനു ശേഷം വേറെ ആൾക്ക് റെൻറ്റിന് കൊടുത്ത് അതിന് ശേഷം പിന്നെ മാറ്റൊക്കെ പോയതാണ്. ഈ മാറ്റൊക്കെ ഇതൊക്കെ നല്ല മാറ്റ് തന്നെയായിരുന്നു. അവിടേക്കൊക്കെ ഉണ്ടായിരുന്നു ഈ മാറ്റൊക്കെ അങ്ങനെ പൊട്ടിയതാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ പുതിയൊരു മാറ്റ് വാങ്ങാന്നുള്ളൂ. രാവിലെ പെയ്തതേ ചെറിയൊരു മഴയൊന്നുമല്ല, അത്യാവശ്യം തിരക്കിടില്ലാത്ത നല്ല ഒരു മഴ പെയ്തു. മറ്റൊരു മഴ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന ഒരു മഴയാണ്. ആ മഴ പെയ്തതിന്റെ എല്ലാവിധ സ്റ്റാൻഡത്തെ വണ്ടിയാണ്. ആരും എടുക്കാൻ വേണ്ടി തരുമല്ലോ. മൂപ്പരൊക്കെ പുറത്തുള്ള ആളാ. അദ്ദേഹത്തിന് വരെ എന്റെ നാട്ടിൽ ഫോൺ ട്രിപ്പോ. ഇവിടെ കുറെ ആളുകൾ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട് ഞങ്ങളുടെ നാട് ഇങ്ങനെ നല്ലായിരുന്നു. ഫുള്ളായിട്ട് ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഒഴിഞ്ഞ പറമ്പുകള്, പാടങ്ങള്. ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു പാടങ്ങളൊക്കെ. അപ്പൊ അവിടെ പാടത്തൊക്കെ വീടുണ്ട്. അങ്ങനെ പാടങ്ങളൊക്കെ കുറെയൊക്കെ നശിച്ചു. പറമ്പുകൾ തീരെ ഇല്ലാതെയായി. പറമ്പ് എന്ന് പറയുന്ന സാധനമില്ല. ഞങ്ങളുടെ നാട്ടിൽ ഗ്രൗണ്ട് ഇല്ലല്ലോ. നമുക്ക് ഗ്രൗണ്ട് ഇല്ല കളിക്കാൻ. നമുക്ക് ഫുട്ബോൾ കളിക്കണമെങ്കിൽ ഇത് വേണ്ടായിട്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റി ഇത് നെൽകൃഷിയൊക്കെ ഒഴിവാക്കി അത് പോയത് കണ്ടം കളിയാണ്. കണ്ടുള്ളായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേര് എന്നെ തന്നെ അങ്ങാടിയിൽ നിന്ന് ചില ആളുകൾ വിളിക്കും. എന്നിട്ട് എന്നോട് കുറെ പോക്കാടങ്ങുന്നു. ഇതാണ് പോക്കാടങ്ങുന്നാണ്. പോക്കാടങ്ങുന്നു എന്ന് പറയുമ്പോ ഞാനിങ്ങനെ അപ്പൊ ആരായാവും ആൾക്കാർ എവിടെ ഇവർ താമസിക്കണം. പിന്നെ ഇവരുടെ വീട് വേണം നമ്മളായിരിക്കും. ഇവിടുത്തെ പുതിയ താമസക്കാരാണല്ലേ. ഓ ഇവർ ഇവിടെയാണ് താമസിക്കുന്നത്. നമ്മളാ വീട് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. നമ്മുടെ നാട്ടിലാണ്. ശരിക്കും നമ്മളന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ ആ ഒരു ടൈമില് അടുത്തൊരു ക്ലാസ് +1 പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ദിവസം വെറുതെ നടക്കാണ്ടല്ലോ. ആ ഒരു നടത്തത്തിലും അല്ലാതെയൊക്കെ 2 മാസം സ്കൂൾ കൂട്ടി കഴിഞ്ഞാലൊക്കെ നാട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടക്കുമല്ലോ. തോടും പാടവും പുല്ലും മനയും ഒക്കെ കയറി നടക്കും. ആ നടത്തത്തിൽ നമ്മൾ കാണുന്ന വീടുകൾ ഒരുപാടുണ്ട്. അതിലൊന്നും കാണാത്തൊരു വീട്, പുതിയൊരു വീട്. എന്താ ചെയ്യാ? നമുക്ക് ഇവിടെ നിന്നൊരു ചിലവിട്ടാണ്ട് ഒരാളെയൊക്കെ ചിലവിട്ടാണ്ട് ചോദിച്ചു നോക്കാം. നീല്ലടെ നീല ചിലവിട്ടില്ല കേട്ടോ. അല്ല ചിലവിട്ടില്ല. വണ്ടി എടുത്ത് പറഞ്ഞു 1 രൂപ വണ്ടിക്ക് ചിലവാണ്. അത് പറഞ്ഞിട്ട് കാര്യണ്ടോ? നമുക്കൊരു ചായയിൽ വാങ്ങിത്തരണ്ടേ? വണ്ടി കിട്ടിയ സന്തോഷത്തിന് ഉണ്ടാക്കണം, നിർബന്ധമാണ്. മറ്റേ സാധനങ്ങൾ കഴിച്ചു നോക്കി പോയിട്ട് പള്ളിക്കുന്നമ്മ മധുഹൂത്ത് എന്താ അവസ്ഥ? കഴിച്ചു നോക്കിയില്ലേ? എനിക്കൊരാളെ കിട്ടണം കഴിക്കാൻ പോവാ. ഞാൻ തിന്നിട്ടില്ലേ തിന്നാനേ. അതിനെ ഞാൻ തിന്നിട്ടില്ലേ തിന്നാ. ഞങ്ങള് കഴിച്ചില്ലേ? ഇനിയും കഴിക്കും.
ഇനി 4-5 മണ്ടഞ്ഞ് പോയത് ഒരു ദിവസം രണ്ടെണ്ണം നടക്കുന്നു വേണ്ട. എന്താ അവസ്ഥ? പോകെ പോകാന്ന് പറഞ്ഞാലേ കഴിഞ്ഞിട്ട് എടുക്കണം. ഒരു 9 മണിക്കയിൽ കിട്ടണം നമുക്ക് കഴിഞ്ഞിട്ടാ. ഞാൻ 4-മത്തെ 5-മത്തെ 6-മത്തെ വണ്ടി 9 മണിക്കയിൽ കിട്ടണൊക്കെയാറേ. ഫോൺ ട്രിപ്പിൽ വന്നാലോ കിട്ടണം. ലൈനൊന്നും കിട്ടൂലല്ലേ? കുറെ നേരം കിടക്കണം. ഇവിടെ വലിയ വണ്ടി ആകുമ്പോ ഒരാൾ 2 ആൾ വരുമ്പോ വല്ലാതെ വിളിക്കൂല അല്ലേ? ചെറിയ വണ്ടിക്കാര് ബാക്കിലേക്ക് മാന്തും. ഇവർക്ക് തീരെ കിട്ടൂല. അങ്ങനത്തെ പ്രശ്നം. അതായത് ഒരു 4 ആൾ അവിടെ ഉണ്ട്. അതെന്തായാലും ചെറുവണ്ടി പോലെ. അപ്പോൾ മൂപ്പരെ തന്നെ ആവശ്യമുണ്ട്. മൂപ്പരെ തിരഞ്ഞുകൊണ്ട് പോകും. അതാണ് വലിയ വണ്ടിക്കാർക്കൊരു മറ്റൊരു ഗുണമുള്ളത്. ഏതായാലും ഒരു തള്ളുള്ള സമയമായി 9 മണി. ചങ്ങന്മാരെ ഫസ്റ്റ് ഗ്യാപ്പിലുണ്ട്. ഞാൻ ഒരു ട്രിപ്പ് എടുത്തതാട്ടോ. ഒരു ട്രിപ്പ് ഞാൻ അതിന് മുമ്പ് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയതാണ് 30 രൂപ. എന്താ അതെ 40 രൂപ കഴിഞ്ഞിട്ടും കിട്ടിയതാണ്. അപ്പോൾ എന്താ പറയുക, ഒരാളുണ്ട് നിൻ്റെ മുഖത്തേക്കും നോക്കണ്ട, ഞാൻ അങ്ങോട്ടും നോക്കണ്ട. വണ്ടി ഓണം വെച്ചപ്പോൾ വേണ്ട എന്ത് പറയാനാടേ, അവരങ്ങനെ നടന്നു പോയി. അപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ചെയിലേക്ക് ഇങ്ങനെ കടിച്ചത് വെയിറ്റ് ചെയ്ത് കാലൊക്കെ കയറ്റിച്ച് പൊളിക്കും നമ്മൾ. പ്രതീക്ഷയുള്ള ദിവസമാണ്. പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയോടെ ഓടണം. ഇറങ്ങി കളിക്കും ഞാനിന്ന്. ഇത് മാക്സിമം ഞാൻ കഠിനാധ്വാനം ചെയ്യും ഉറപ്പായിട്ടും. നമ്മളിന്ന് വൈകിട്ടേക്ക് ഒരു 1000-ന്റെ മേലേക്ക് ഓടാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു ബാക്കിയില്ല ഓടും. അതന്നെ ഈ ഹോസ്പിറ്റൽ ഉണ്ടായതുകൊണ്ട് തിരക്കേടില്ല. ഇവിടേക്ക് എന്തായാലും ട്രിപ്പ് കിട്ടും. അവിടെ ഇന്ന് ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് കിട്ടി. സ്റ്റാൻഡിലെ മറ്റു ഡ്രൈവറായിട്ട് ഇങ്ങനെ വണ്ടീൻ്റെ സ്വറ പറഞ്ഞിരിക്കുന്ന നേരമായിരുന്നു. അപ്പോഴാണ് കിട്ടിയത്. എണ്ണടിക്കാനായില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മുമ്പിൽ വേറെ വരും. ഒരു ഓട്ടോ ഓടണ്ടാൽ നമുക്ക് ഇപ്പോൾ എണ്ണടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പരത്തേക്ക് എണ്ണുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 250 രൂപ. അപ്പോഴേക്കും നമ്മൾ ഉച്ച ആകുമ്പോഴേക്കും നമുക്കൊരു 350 രൂപ ആയാൽ മതി. പക്ഷെ ഇന്ന് ദിവസം അങ്ങോട്ട് ശരിയല്ല. ദിവസം നോക്കണ്ട. ഏത് ദിവസം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇറങ്ങി കളിക്കുമ്പോൾ അത് കിട്ടും. ടൈമുണ്ട് നോക്കാം. ഒരൊറ്റ ട്രിപ്പ് പറഞ്ഞാൽ മതി. വണ്ടി എത്രയും കിടക്കണം. ഒക്കെ CNG ആവണം. CNGകളും വലിയ വണ്ടി. ഇത്രയധികം CNG മെയിലുണ്ടായിരുന്നു എനിക്കെന്നെ അറിയുന്നുണ്ട്. ഏതായാലും ഞാൻ രാവിലെ കഴിച്ചതൊക്കെ കഴിച്ചു. ഇനി പോയി എന്തെങ്കിലും കഴിക്കട്ടെ. ഞാൻ ഒരു പൊറാട്ട ആക്കി പെയിന്റും ക്യാമറ ഒന്നും കൊണ്ടുപോകുന്നില്ല. അവിടെ വെച്ച് പോവാണ്. പോയിട്ട് വരാം. ചായ കുടിച്ച് വന്നു. 11:30 വണ്ടി സ്റ്റാർട്ടാക്കാണ്. സ്റ്റാർട്ടായി സംഭവം ചങ്കിട്ടാണ് അവിടെ നമ്മളെ വഴിയിൽ. ഞാൻ നാട്ടിലേക്കൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് പറഞ്ഞാൽ ഫോൺ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫോണിലേക്ക് വിളിച്ച് നാട്ടിലേക്ക് വരും ചോദിച്ചു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോവാണ്. സമയം കറക്റ്റ് 11:30. വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടിങ് കിട്ടാത്തൊരു പ്രശ്നം വരുന്നത്. എനിക്ക് തോന്നുന്നത് പ്രൈവറ്റിൻ്റെ ബാറ്ററി ആണല്ലോ. ബാറ്ററിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാവാം. ആ ഫോൺ ട്രിപ്പ് ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ ഇത് എൻ്റെ നാട്ടിൽ പോയിട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ 50 രൂപയാണ് ഞങ്ങൾ അങ്ങനെ പോരുമ്പോൾ മേടിക്കാന്ന് പറഞ്ഞാൽ 50 രൂപയാണ് ചാർജ് വരിക. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. അത് കിട്ടി. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് പോകണമെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ട. അപ്പോൾ ഞാനൊരു ഡ്രസ്സ് വാങ്ങിക്കാന്ന് കരുതുന്നത്. ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ അവര് കാര്യം ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യമായ ഒരു വലിയ പ്രോഗ്രാം ഒന്നല്ല. ഞങ്ങളെ ചക്കന്മാർക്ക് അവരുടെ ഫ്രണ്ട്സിന് മാത്രമേ അതിന് നമ്മുടെ വീട്ടിലൊന്നുമില്ല. അപ്പോൾ ഞാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് കുട്ടിക്ക്, പെൺകുട്ടിയാണ്, പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് വാങ്ങണമെന്ന് കരുതുന്നുണ്ട്. ഒരു 12:30 വരെ, അതായത് ഇനി ഒരു ലോക്കിലും കൂടി എടുക്കാനുള്ള സമയം ഉണ്ടാവുമെന്ന് സാരം. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 11:40. അതായത് ഞാൻ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഞാൻ വഴിയിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അത് നോക്കി ഇങ്ങനെ പോന്നപ്പോ എന്റെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ഉമ്മ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നോട് കൈ കാണിച്ചു. ഞാൻ തിരിച്ചു വന്നു. നാട്ടിലേക്ക് പോരാനാണെന്ന് പറഞ്ഞു.
എനിക്ക് നാട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ഒരു 30 രൂപ അത് കിട്ടി. അത് ഏതാണ്ട് ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 40 കറക്റ്റ് 10 മിനിറ്റ്. ഞാൻ നേരത്തെ ഷോട്ട് 10 മിനിറ്റ് മുമ്പത്തെ ഷോട്ടാണ്. ഈ ഷോട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഷോട്ടാണ്. ചെങ്ങൈമാരെ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ആവണില്ല കേട്ടോ. തള്ളി സ്റ്റാർട്ടാക്കിയിട്ട് ഇലക്ട്രിസിറ്റി അടുത്ത് കൊണ്ടുപോയി നോക്കട്ടെ. ബാറ്ററിന്റെ കണക്ഷൻ ഊരിയിട്ട് വന്നു. എന്നിട്ട് കൊണ്ടുപോയി നോക്കട്ടെ. തള്ളാൻ ആള് തള്ളി സ്റ്റാർട്ടാക്കാനും ബ്ലോക്കാണ് ചെങ്ങൈമാരെ. ദമ്മ് തള്ളി വിളി. ദമ്മ് തള്ളാൻ പറഞ്ഞത്. ഓക്കെ സ്റ്റാർട്ടായി. ഓക്കെ താങ്ക് യു. അപ്പൊ സാധനം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇലക്ട്രീഷ്യന്റെ അടുത്തേക്ക് ബാറ്ററി മറ്റേ കണക്ഷൻ ഒരുക്കണം. ടെർമിനലിൽ ഒരു കിട്ടുന്നുണ്ട്. അതെന്തിനു വെച്ചാൽ എന്താ അതിന്റെ കംപ്ലൈന്റ് അറിയാം. ഇത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടിങ്ങിന്റെ പ്രശ്നമുണ്ട്. 2 ബാറ്ററികൾ വരാറുണ്ട്. അപ്പൊ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി പാടില്ല. പിന്നെ ഓട്ടോറിക്ഷന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഇത് ഞാൻ പറയാതെ വെച്ചൊരു കാര്യമാണ്. ഇതങ്ങനെ പറയാൻ വേണ്ടി പാടില്ല, എന്നാ പോലും ഞാൻ പറയുവാണ്. ഈ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ആക്കണമെങ്കിൽ ബാറ്ററി വേണമെന്നില്ല, ചാവി വേണമെന്നില്ല ചേട്ടാ. ഇത് മറ്റേ സ്റ്റാർട്ട് ആക്കിയിട്ട് ആക്കി കൊണ്ടുപോവാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് നമ്മളൊക്കെ വീട്ടിൽ നിർത്തിയപ്പോ ഇതിന് ഹാൻഡിൽ ലോക്ക് ഉണ്ട്. ഹാൻഡിൽ ലോക്ക് ഉണ്ടാകുമ്പോ അതൊന്നും ആകുന്ന ലോക്ക് അറിയാം. അല്ലാതെ ഈ വണ്ടിക്ക് ചാവി വേണമെന്നില്ല സ്റ്റാർട്ട് ആവണേ, തള്ളിയാ മതി സ്റ്റാർട്ടാവും. അതാണ് ഈ വണ്ടിന്റെ ഒക്കെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ ഈ വണ്ടി ഒരു സേഫ്റ്റി ഉള്ളതല്ല. പിന്നെ ചില ആളുകൾ നമ്മളോട് പറയുന്നതാണ് വണ്ടിക്ക് ഡോറ് പിടിപ്പിക്കും. ഞാൻ പറയാം വേറെ കേസ് പറയാം. ഈ ഓട്ടോറിക്ഷയ്ക്ക് സീറ്റ് ബെൽറ്റ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ സേഫ്റ്റി പരമായിട്ട് ഇതിനൊന്നുമില്ല. പക്ഷെങ്കിൽ ഇതിന് ഡോറും പാടില്ല. അതാണ് ഇതിന് 2 സൈഡ് ഡോറുണ്ടല്ലോ. അത് സേഫ്റ്റി ഉള്ള ഒരു സാധനമാണെങ്കിൽ നമ്മളുടെ ഗവൺമെന്റ്, നമ്മുടെ MBD തന്നെ അത് നിർബന്ധമാക്കും. ഞങ്ങൾക്ക് ബ്രേക്കിൽ അത് നിർബന്ധമായിരിക്കും. അതെന്തുകൊണ്ടാണ് വെക്കാത്തത് അറിയാം. അത് സേഫ്റ്റി ഇല്ലാന്നുള്ളത് കൊണ്ടാണ്. കാരണം ഒരു ഓട്ടോറിക്ഷ ആക്സിഡന്റ് ആവുകയാണെങ്കിൽ ആ ഡ്രൈവർ വണ്ടിയിൽ നിന്നും തെറിച്ചു പോകണം. അതായത് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ട് നമ്മുടെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയെന്ന് കരുതുവാണെങ്കിൽ ആക്സിഡന്റ് ആയി, ഞാൻ ഇതുവഴിയോ തെറിച്ചു പോകും, പുറത്തേക്ക് തെറിക്കും. അങ്ങനെ ഞാൻ രക്ഷപ്പെടാൻ സാധ്യത ഉള്ളൂ, ചാൻസ് ഉള്ളൂ. അല്ലാത്ത തരത്തിൽ നമ്മൾ ഇതിനുള്ളിൽ ലോക്കായി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ആക്സിഡന്റ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു. അന്ന് ഈ ഹാൻഡിൽ ഉണ്ടല്ലോ, ഹാൻഡിൽ അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ വയറിനടിച്ചിട്ടാണ് അദ്ദേഹം കുടലിന് പരിക്ക് പറ്റിയിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോ ഈ ഹാൻഡിൽ വന്നടിക്കുന്നതൊക്കെ ഭയങ്കര സീനാണ്. അതൊക്കെ കുണ്ടി ചാടുമ്പോ തന്നെ നമുക്ക് ഹാൻഡിൽ വന്നടിക്കും. അതുപോലെ തന്നെ 2 സൈഡ് ഡോറ് വെച്ച് നമ്മൾ അടച്ചുറപ്പാക്കിയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പുറത്തോട്ട് തെറിക്കില്ല, നമ്മൾ വണ്ടിന്റെ അകപ്പെട്ടു പോകും. അങ്ങനെ അകപ്പെട്ടു പോകുമ്പോൾ നമ്മൾക്ക് ഗുരുതരമായ പരിക്കാവും സംഭവിക്കാം, മരണത്തിന് വരെ കാരണമാവും. പ്രൈവറ്റ് ഓട്ടോറിക്ഷയ്ക്ക് നിങ്ങൾ ഡോറ് വെക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ഡോറ് ഞാൻ ആ കാരണം കൊണ്ട് ഒന്ന് വെക്കാത്തത്, രണ്ടാമത്തേന് നമ്മളുടെ സാഹചര്യം കൊണ്ട് വെക്കാത്തത്. പക്ഷേ പ്രൈവറ്റ് ഓട്ടോറിക്ഷയ്ക്ക് വെച്ചാലും സേഫ്റ്റി ഉണ്ടാവില്ല. ഇപ്പൊ ഇത് ആക്സിഡന്റ് ആയാലും വണ്ടി ഇത് വേഗം മറിയുക. 3 വീലല്ലേ ഉള്ളൂ, വേഗം മറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിൽ നിന്ന് തെറിച്ചു പോവുകയാണ്. ഡ്രൈവർ ഒന്നിലേക്ക് ഈ സൈഡിൽ കൂടെ ആ സൈഡിൽ കൂടെ എവിടേക്ക് മറിയേണ്ട നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു നിൽക്കും. നമുക്ക് വലിയ അപകടം സംഭവിക്കില്ല. അപ്പൊ ധനേശേട്ടന് ഉണ്ടാവും, കുഴപ്പമൊന്നും ഉണ്ടായില്ല. 2 ദിവസം മുന്നേ വണ്ടി മറിഞ്ഞു ഇലക്ട്രീഷ്യന്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പൊ അതാ പറഞ്ഞ ഡോറ് വെക്കുന്നത് നമുക്ക് സേഫ്റ്റി ഇല്ല, സേഫ്റ്റി ഇല്ലാത്തൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ ഭയങ്കര തിരക്കാവുക. വണ്ടി വെക്കാനും തരില്ല. അപ്പൊ ഡോറിന്റെ കാര്യത്തിൽ അങ്ങനത്തെ സംഭവം ഉണ്ട്. അതായത് നോക്കാം, നമുക്ക് ഡോറ് വേണമെങ്കിൽ ഡോറിലൊക്കെ ചെക്ക് ചെയ്യാം. ഇത് പഴയ മറ്റേ വണ്ടിന്റെ ബാറ്ററി ആണിത്. നമ്മളെ പുതിയ ബാറ്ററി വെച്ചാലും ഈ സ്റ്റാർട്ടിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവലുണ്ട്. മറ്റേ പോയോ ഇനിയിപ്പോ മറ്റേ ബാറ്ററി ആണെങ്കിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ്ങിന്റെ പ്രശ്നമേ. അതായത് കുറച്ചു നേരം നിർത്തി കഴിഞ്ഞ് ചാവി ഓണാക്കി എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് കിട്ടൂല. ഞാൻ ഒരട്ടങ്ങൾ അടുത്തേക്ക് വന്നതായിരുന്നു. അന്ന് ഈ ബാറ്ററിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ മറ്റേ ബാറ്ററി ആക്കി. പക്ഷെ എല്ലാരും ഇപ്പോഴും പ്രശ്നമുണ്ട്. നിങ്ങളോടും പറയുന്നുണ്ട്, ഇവരോടും പറയുന്നുണ്ട്. ഇതിലേക്ക് അടുത്തെങ്ങാനും റെഡി ആക്കാൻ വേണ്ടി പറ്റുമോ? പിന്നെ അതാണ് നമുക്ക് ഇതിന് ഹീറ്റർ പ്ലഗ് തൊട്ട പ്ലഗ് കൂടിയാണ്.
അതിന് കംപ്ലൈന്റ് വന്നാലും ഉണ്ടാവും. ആ ഇവിടെ ടിറ്റി അറിയുന്നുണ്ട്, ഇവിടെ ടിറ്റി ആയിരുന്നു. ഹീറ്റർ പ്ലഗിനോ അല്ലാതെയോ ഒരു പ്രശ്നവും കാണാനല്ല. പ്രശ്നം എന്താ വെച്ചാല് ടെർമിനല് അതിന്റെ നമ്മള് ബാറ്ററിന് കണക്ഷൻ കൊടുക്കുമല്ലോ, അതിന് ചെറിയൊരു പ്രശ്നം അവിടെ കറക്റ്റ് ഇല്ല. ഞാൻ പറഞ്ഞ പോലെ അതിന് പൂപ്പല് വന്നു. അപ്പൊ ആ ഒരു പൂപ്പല് കളയണമെങ്കിൽ ചുടുവെള്ളത്തിന് ടെർമിനൽ മുക്കി കൊടുക്കുക, ചുടുവെള്ളത്തിന് കഴുകുക എന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ കറക്റ്റ് ഉള്ളത് ഞാൻ വാങ്ങിയിട്ടില്ല. ഈ വീട്ടിൽ പോയിട്ട് ആ ബാറ്ററി മാറ്റി ഈ ബാറ്ററി മാറ്റി മറ്റേന്റെ ബാറ്ററി നടത്തേ. അത് നല്ല ബാറ്ററി, 35 ആംപിയർ ഉള്ള നല്ല അടിപൊളി ബാറ്ററിയാണ്. അത് വെറുതെ നമ്മൾ അവിടെ വെച്ചേക്കുവാണ്. ഞാനിതൊന്നും ഓടട്ടെ ചെയ്തിട്ട്. പിന്നെ അത് മാത്രമല്ല എന്റെ ബാറ്ററി വളരെ ലീക്ക് ഉണ്ട്. ഈ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ് പോകാൻ പറ്റില്ല. മറ്റേ ഫ്ലാറ്റ് പോയാൽ ബാറ്ററി പോയാൽ പോരാവില്ല, ഇതിനേക്കാൾ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കഥ ഒരു സംഭവം കഥയാണ്. ഞാൻ വീട്ടിലേക്ക് പോവാണ് എന്നുള്ളതായിരുന്നു നിങ്ങളോട് പറഞ്ഞു നിർത്തിയത്. അപ്പൊ അയ്യന്മാരെന്താ സെൻട്രിങ്ങിന്റെ പഴയ നടക്കുന്നുണ്ടാ. വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ഷോട്ട് അവസാനിക്കുന്നത്. പക്ഷേ എങ്കിലും വീട്ടിലേക്ക് പോകുമ്പോ നമ്മുടെ സ്ഥിരം ട്രിപ്പുകാർ വിളിച്ചിട്ട് പറഞ്ഞു, എവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ നിലമ്പൂർ റൂട്ടിലേക്ക് പോവാ, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാനാണ്. അവരുടെ വീട് ഏതാണ്ട് 220 പോയിന്റിലായതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ച് പോവാണ് ഇപ്പൊ നമ്മള്. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് ഒരു ലക്കി കിട്ടിയിരിക്കുകയാണ്. 220 രൂപയുടെ ട്രിപ്പായിരുന്നു. 10 കിലോമീറ്റർ ദൂരത്തേക്കാണ് നമ്മൾ വന്നത്. ഇനി ഞാൻ റിട്ടേൺ പോവാണ്. വന്ന സ്ഥലം ഞാന് മിക്ക ദിവസം നമുക്ക് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ സ്ഥലം പറയാറുണ്ട്. അമരമ്പലം എന്ന് പറയുന്ന സ്ഥലമാണ്. ഏതായാലും അവരെ കൊണ്ട് ഇറക്കി. ഇനി ഞാന് വീട്ടിലേക്കല്ല പോകുന്നു. ഇനി ഞാന് വണ്ടി ഇതുവരെ ഓഫ് ചെയ്തില്ല. ഓഫ് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇതിന്റെ ലൈനിലെന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഓഫ് ചെയ്തിട്ട് പോയി ഡ്രസ്സ് എടുത്തിട്ട് നേരെ നാട്ടിലേക്ക്. കാരണം ഇപ്പൊ സമയം ഒരുപാടായി. 1 മണിയാവാനായി. 1 മണിക്ക് അഞ്ചിരിക്കും. ഒരു 12:30 ഞാൻ അവിടെ എത്ര കയറ്റിയതാണ്. അത് നടന്നില്ല. ഇപ്പൊ ഞാൻ വീട്ടിൽ പോയി ബാറ്ററി ചാക്കി അങ്ങാടിക്ക് തന്നെ ഇറങ്ങുമ്പോഴേക്ക് സമയം 1:30 കഴിഞ്ഞു. ഇവിടുന്ന് അവിടെ എത്തുമ്പോൾ ഇവിടെ എന്താ പറ്റി, ഇവിടെ പോയപ്പോഴത്തേക്കും സംഭവിച്ചു. ഒരു ആക്സിഡന്റ് നടക്കുന്നുണ്ടല്ലോ അവിടെ. അപ്പോൾ പോയിട്ടുള്ളല്ലോ ബൈക്ക് ഒരു ആക്സിഡന്റ് ആവുംടാ. ഓട്ടോറിക്ഷയാണ് മറിഞ്ഞ് നടക്കണം. ഒരു ഓട്ടോറിക്ഷയാണ് മറിഞ്ഞ് നടക്കണം. എന്റെ മക്കളെ ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളൂ ഓട്ടോറിക്ഷന്റെ കേസ്. ഒരു ഓട്ടോറിക്ഷയാണ് മറിഞ്ഞ് നടക്കണം. ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ്. ഇലക്ട്രിക് ഓട്ടോറിക്ഷ അപ്പൊ ഡ്രൈവർക്ക് അതേ പറ്റിയണോ? ഓക്കെ അല്ലേ മൂപ്പര? ആ ഡ്രൈവർക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ അവിടെ ഇറങ്ങി കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാല് അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് നമുക്കറിയാലോ. നമ്മളെ വണ്ടി പറഞ്ഞു അപ്പൊ തന്നെ ഒരാൾ വന്നിങ്ങനെ വീഡിയോ എടുക്കാം. അപ്പൊ മൂപ്പര മനസ്സിലുണ്ടാവും ഓനിപ്പോ ഇതൊരു ആഘോഷമായി, ഓനിപ്പോ ഇത് റീച്ച് ഇട്ടോ സംഭവമായി. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങുന്നില്ല. ഞാനിപ്പോ നിങ്ങൾ കണ്ടില്ല, ആ ഒരു വണ്ടി പറഞ്ഞു നമ്മൾ അമരമ്പലം ബ്രിഡ്ജിന്റെ മേലപ്പോഴാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പെട്ടെന്ന് എന്ത് സാധനം, ഇത് പെട്ടെന്ന് മറിയും വണ്ടി. ഈ വണ്ടിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ പെട്ടെന്ന് ഈ വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ സഡൻ ബ്രേക്ക് എന്ന് പറയുന്ന സംഭവം ഇതിനില്ല. ഞാൻ അതൊക്കെ നിങ്ങൾ നേരത്തെ പിടിച്ച് ചവിട്ടി വെട്ടിച്ച ബ്രേക്ക് ചവിട്ടി അങ്ങോട്ട് കട്ട് ചെയ്തു മറിയും വണ്ടി മറിയും. 100% വണ്ടി മറിയും. അങ്ങനെ ഇതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഈ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഇല്ലാത്ത ആളെ വേണ്ട. അപ്പൊ ആ വണ്ടി മറിഞ്ഞു. അതിന്റെ ഡ്രൈവർ അവിടെ നീണ്ടു നിവർ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രശ്നം പോലും ഇല്ലാന്നാണ് അവിടെ നമ്മൾ ആ ബൈക്കാരൻ പറഞ്ഞു. ആൾക്കൊരു കുഴപ്പമില്ല. അത്ര കണ്ട ആ വണ്ടി മറിഞ്ഞു കിടക്കണ്ട അവിടെ. അത് എന്തുകൊണ്ടാ കുഴപ്പമില്ലാത്ത? ഈ ഡോറില്ലാത്തോണ്ടാണ്. ഡോറുണ്ടെങ്കിൽ അതിനുകൊണ്ട് കുടുങ്ങിയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഓട്ടോറിക്ഷ ഡോർ വെക്കുന്നതിന് പഠിക്കാനുള്ള ഒരു കാരണം. ഒരു ഉള്ള സേഫ്റ്റി കൂടി നമ്മൾ കളയുന്ന പരിപാടിയാണ്. പറയുമ്പോ ശരിയാണ്, നമ്മൾ യാത്ര പോകുമ്പോൾ അടച്ചുറപ്പാണ് വണ്ടി. പക്ഷേ എങ്കിൽ
സേഫ്റ്റി നമ്മളിങ്ങനെ റണ്ണിങ്ങിന് പറ്റുന്ന അപകടത്തിന് അതിന് കയ്യും കണക്കുണ്ടാവില്ല. അതായത് നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾ രക്ഷപ്പെടേണ്ട ഒരു അപകടമാണെങ്കിൽ പോലും അതിന് രക്ഷപ്പെടൽ പറഞ്ഞ് അത് നമുക്ക് ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന അത്ര കണ്ട് പ്രോബ്ലം വരും. അത് ഞാൻ അവിടെ ഇറങ്ങാത്തതിന് ആ വണ്ടി ശരിക്കും കാണിക്കാത്തതിന് നിങ്ങൾക്ക് തോന്നരുത്. ഞാൻ ആ പറഞ്ഞ കേസാണ്, മോശമാണത്. ഒപ്പൊരു ആ ഒരു മൈൻഡിൽ നിൽക്കുകയാണ്. നമുക്കൊക്കെ അറിയാം ആ ഒരു മൈൻഡിൽ നിൽക്കുമ്പോൾ പുതിയ വണ്ടി കൂടിയാണ്. ഞാനിപ്പോ വാണിയമ്പലത്താണ്. ഞാൻ ചെറിയൊരു ഉടുപ്പ് വാങ്ങി, വാണിയമ്പലം തന്നെ വാങ്ങി. ഇനിയിപ്പോ കൊണ്ട് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമില്ല എനിക്ക്, അല്ലാതെ തന്നെ നാട്ടിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. ഞാൻ അതുവഴി കയറാം. ടൈം ഒരുപാടായി, 10:10 ഞാൻ ആ ബാറ്ററി ഊരിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ചുടുവെള്ളമാണ്, ചുടുവെള്ളത്തിലിട്ട് കഴുകാനാണ് പറഞ്ഞത്. അതിട്ട് വെക്കണം കുറച്ച് നേരം, അതിട്ട് വെക്കാനും പറഞ്ഞായിരുന്നു. അത് 2 ടെർമിനലിൽ മുക്കി വെക്കാം, കുറച്ച് നേരം ചുടുവെള്ളത്തിൽ കിടക്കട്ടെ, എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അങ്ങനെ ചെയ്യുന്നത് പൂപ്പൽ, അത് എന്താ പറയുക, ബാറ്ററി വെള്ളം വന്നു കഴിഞ്ഞാൽ പൂപ്പൽ വരും. ആ ഒരു പൂപ്പൽ കാരണം സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടില്ല. പ്രൈവറ്റ് ഞാൻ അന്ന് മൂടി പോച്ചിട്ടാണ്. അപ്പോൾ ഈ ബാറ്ററി കണ്ടോ, ഇതിലൊക്കെ പൂപ്പലുണ്ട്, ഇവിടെയൊക്കെ പൂപ്പലുണ്ട്. ഇതിന് വെള്ളം ഇവിടെ ലീക്ക്, ഈ ലീക്ക് നമുക്ക് നല്ല പണിയാണ്, ഫ്ലാറ്റൊക്കെ പോകും. കുറച്ച് ചുടുവെള്ളം ഇനി ഇതിലൊക്കെ ഒഴിക്കണം, ഇവിടെ ഈ താഴത്തെ കൂടെ ഒക്കെ ഒഴിക്കണം കുറച്ച്. ഇപ്പോൾ ഉണ്ടോ അതിൻ്റെ കളർ തന്നെ മാറി, ആ ഒരു ചുടുവെള്ളത്തിൻ്റെ കളർ തന്നെ മാറി, ഒരു മഞ്ഞ കളറായിട്ട് വന്നു. ഞാനന്ന് ശരിക്കും കഴുകിയെടുത്തിട്ട് കാണിക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ചുടുവെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി വെക്കുന്ന ഈ ഒരു ഏരിയ കൂടി നന്നായിട്ട് കഴുകി കൊടുക്കുക. ഇവിടെയൊക്കെ ടെർമിനൽ ലൂസായിട്ട് നമ്മൾ താഴ്ത്തി ഇവിടെ ഒരു എഡ്ജായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടീഷൻ പച്ചയാണ്, ഇതിങ്ങനെ പച്ച കളറായി കാണണ്ട, പച്ച ഓക്കെയാണ്. പിന്നെ വെള്ള കത്തും, ഇത് ചാർജിങ്ങിൻ്റെ വിഷയം ഉണ്ടെങ്കിലാണ് വെള്ള കത്തുക. ബാറ്ററി ഡൗൺ ആണെങ്കിൽ റെഡ് കത്തും. അത്ര 3 സിഗ്നലുണ്ട് ഇതിന്. ആ 3 സിഗ്നൽ അങ്ങനെ അയക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ കാണുള്ളൂ, അല്ലാതെ വെറുതെ ഒന്നും കാണില്ല. ഇപ്പം ഈ സാധനത്തിൻ്റെ കളറുണ്ടോ, ഇതുമത്തെ ആ ഒരു പൂപ്പൽ കാര്യങ്ങളൊക്കെ പോയി, ഇതുമത്തേയും പോയി. ഇത് ഫിറ്റ് ചെയ്യണതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിക്കുള്ള സാധനം നമ്മളുടെ കയ്യിലുണ്ട്. സാധനം കിട്ടാൻ കുറച്ച് പണിയാണ്. വീൽ സ്പാൻഡർ, ഇതാണ് ആ സാധനം. ഇതെന്തിനു വെച്ചാൽ ക്യാമറ അടക്കണ്ട, ഇതെന്തിനു വെച്ചാൽ ഇത് ഗ്രീസാണ്. ഇങ്ങനെ കുറച്ചെടുക്കുക, ഇത്ര മതി. എന്നിട്ട് ഈ പറഞ്ഞ ടെർമിനലിൻ്റെ ഇതിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി പൂപ്പൽ വരാതെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മഴക്കാലമാകുമ്പോൾ ആണ് ഇത് കൂടുതലായിട്ടും വരിക. പിന്നെ ബാറ്ററി വെള്ളം വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ചാക്കി കൊടുക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കുറച്ചാക്കി കൊടുക്കുക. ഓക്കെ, ഇനി അത് ഫിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ടാക്കുക, പോവാം. അത്രേ ഉള്ളൂ. സമയം 2:30 ആയിട്ടുള്ളൂ. വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. നമ്മൾ പോവാട്ടോ, നമ്മൾ ഇത്ര നേരം കുറച്ച് നേരം വീട്ടിൽ നിന്നു, പോവാണ്. നമ്മുടെ ബർത്ത്ഡേ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആർക്കൊക്കെ അങ്ങാടിക്ക് പോകാനോ വേറെ എവിടേക്കൊക്കെ അങ്ങാടിക്കാവാം, വേറെ അങ്ങാടി ചെങ്ങന്മാരെ. ആ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു 8 കിലോമീറ്റർ ദൂരത്തേക്കായിരുന്നു കേട്ടോ. 8 കിലോമീറ്ററിന് ഞങ്ങൾ വാങ്ങുന്നത് 180 രൂപ, കിലോമീറ്ററിന് 22.50 പൈസ. അതങ്ങനെ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 8 കിലോമീറ്ററിന് 180 രൂപ അതാണ് വരാം അല്ലേ. അവിടെ കിലോമീറ്റർ 176.25 പൈസ. ഞങ്ങൾ 180 വാങ്ങല്, 6 രൂപ എന്നൊക്കെ വരും. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ റോഡ്, ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന റോഡ് നിലമ്പൂർ റോഡാണ്. നിലമ്പൂർ റോഡ് എന്ന് പറയുമ്പോൾ ഇത് തിരുവാജിയാണ്. തിരുവാജി എന്ന് പറയുന്ന ഒരു ടൗണാണ്. വണ്ടൂരിൽ നിന്നും ഈ ഒരു ടൗണിലേക്ക് കറക്റ്റ് 7 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ഞാൻ വണ്ടൂർ റോഡിലേക്ക് ഞാൻ വന്നുകൊണ്ടിരുന്നത് തിരുവാജിയിൽ നിന്നും നിലമ്പൂരിലേക്ക് പോകുന്ന റോഡിലാണ്. അപ്പൊ അവിടെ വണ്ടൂർ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ വണ്ടൂരിലേക്ക് എത്തണമെങ്കിൽ 7 കിലോമീറ്ററോളം പോകണം.
ഞാൻ പറഞ്ഞതുപോലെയുള്ള 150 രൂപ വാടക കിട്ടി. ഇത് ഉച്ചവരെ നമ്മൾക്ക് വലിയ മോശം കാര്യമൊന്നും ഇല്ല കേട്ടോ. ഉച്ചവരെ നമ്മൾക്ക് 20 രൂപയുടെ ട്രിപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഉച്ചവരെ ഓടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകും. ചെങ്ങന്മാരെ ഞാൻ ഇങ്ങനെ പോരേന് അങ്ങാടിക്ക് ഒരു 2 കിലോമീറ്റർ അകലെ വെച്ച് ഒരു ബായിനെ നമുക്ക് ഇപ്പൊ ഞാൻ ഇറങ്ങി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ബാറാണ്. ഞങ്ങളിവിടുത്തെ ബാർ, ഞങ്ങളവിടെ ആകെ ഒരേ ഒരു ബാറുണ്ട് ഞങ്ങളുടെ മണ്ണിൽ. ഇത്രയും വൃത്തികെട്ടൊരു ബാറ് വേറെ ഏതൊരു നാട്ടിലുണ്ടാവില്ല. ഞാൻ ഉണ്ടല്ലോ പറയാം. ഏതായാലും അത് 40 റുപ്യ കിട്ടിയ ബായിന്റെ 40 റുപ്യ കിട്ടിയിട്ടാ. ബായിന്റെ 40 റുപ്യ ഇപ്പൊ വണ്ട് കിട്ടിയത്. ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് സ്റ്റാൻഡ് കിട്ടിട്ട് ഇപ്പൊ 4:25 ഇപ്പോഴാണെങ്കിൽ ട്രിപ്പ് കിട്ടിയത്. അതും നല്ല ലോക്കാർ, നല്ല ലോക്കിന് അമർന്ന ലോക്ക്. ഒരു 1/2 കിലോമീറ്റർ ദൂരത്തേക്കാണ്. നല്ല കയറി കൂടാം, അല്ലെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടി കഴിയും. ഓക്കെ, ലെയിനിൽ വളരെയധികം വണ്ടി കുറവ്. ഞാനൊരു 6ാമത്തെ വണ്ടിയായിട്ട് നിർത്തിയിട്ടുണ്ട്. വളരെയധികം വണ്ടി കുറവ്. വീട്ടിലെ അരി കഴിഞ്ഞു, റേഷൻ കടയിലേക്ക് പോകണം. അതെ എടുക്ക, ഞാൻ പോവാ. പോയിട്ടാ. ഓക്കെ, ബൈ, ടാറ്റ. അയ്യോ, അങ്ങനെ അത് വീട്ടിലിറക്കിയിട്ടുണ്ട്. ഞാൻ ആ അങ്ങടിയേക്ക് പോട്ടെ. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 5:10. 5:20 ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ധനുഷേട്ടനൊക്കെ ആക്കണല്ലോ കോട്ടിക്കടി തീരുന്നുണ്ട്. എടായിൽ നിൽക്കുക. ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ലാത്ത ദിവസമാണ്. കുഴപ്പമില്ലാത്ത ഓട്ടൊക്കെ കിട്ടുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം. ആടാ ആളിനടമാറ്റമുണ്ട്. ഞാനൊരു 1, 2, 3, 4 ഇനി 4ാമത്തെ വണ്ടിയാണ്. ചെങ്ങന്മാരെ ഞാനിപ്പോ ട്രിപ്പ് കഴിഞ്ഞിങ്ങനെ വരുവാണ്. ഇനി ഞാൻ ഇങ്ങോട്ടൊരു കണക്ക് പറയാം. ഇതില് ആർക്കും ഒരാൾക്ക് നഷ്ടം പറ്റിയിരിക്കണം 10 രൂപ. ആർക്കും ഒരാൾക്കെന്ന് പറഞ്ഞാൽ എനിക്കല്ല എനിക്ക് തോന്നലുണ്ട്. അപ്പൊ അത് കണക്ക് ഇങ്ങനെയാണ്, കേട്ടോളൂ. ഒരു 40 രൂപ പോയിന്റിലേക്കാണ് ഞാൻ പോയത്. ആ ചേച്ചി എനിക്ക് 50 രൂപ തന്നു. ഞാൻ ബാക്കി കൊടുക്കേണ്ടത് 10 രൂപ. എന്റെ കയ്യിൽ 10 രൂപ ചില്ലറ ഇല്ലാത്തതുകൊണ്ട് ചേച്ചിനോട് ഞാൻ 10 രൂപ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി എനിക്കൊരു 10 രൂപ തന്നു. ഞാൻ ചേച്ചിക്ക് 20 രൂപ കൊടുത്തു. ഓക്കെ, അവിടെ വരെ ക്ലിയർ അല്ലേ? പക്ഷേങ്കിൽ ചേച്ചി തന്ന 10ന്റെ നോട്ട് കീറിയ നോട്ടായിരുന്നു. കീറിയ നോട്ടായത് കൊണ്ട് തന്നെ അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ചേച്ചി ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞു 10 രൂപ. ആ 20 ചേച്ചിന്റെ കയ്യിൽ തന്നെ കേട്ടോ. ആ 20 ചേച്ചിന്റെ കയ്യിൽ തന്നെയാണ്. ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഗൂഗിൾ പേ ചേച്ചിന്റെ ചെയ്തിട്ട് പോരുന്നില്ല. ആയത് ചേച്ചി ആ 20 ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ആ കുഴപ്പമില്ല ചേച്ചി എടുത്തോ, ഞാൻ 10 എടുത്തോ, പ്രശ്നമല്ല, അത് കീറിയ നോട്ടായതുകൊണ്ടല്ലേന്ന് പറഞ്ഞു. അല്ല വേണ്ട ചേച്ചി, എനിക്ക് അങ്ങനെ 10 വേണ്ട, നിങ്ങളത് ക്ലിയർ ആക്കണം നമുക്ക്. ഞാൻ ഇങ്ങാക്കൊരു 10 അയച്ചു തരാം. ഞാനിവിടുന്ന് അങ്ങോട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങാക്കൊരു 10 അങ്ങോട്ട് അയച്ചു തരാം, എന്നിട്ട് നിങ്ങൾ എനിക്ക് ആ 20 തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അങ്ങോട്ട് 10 അയച്ചു കൊടുത്ത് ചേച്ചി എനിക്ക് 20 തിരിച്ചു തന്നു. പക്ഷേ എങ്കിൽ ഓൾറെഡി കീറിയ നോട്ടുണ്ടല്ലോ, അതും എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ ചേച്ചിക്ക് അങ്ങോട്ട് കൊണ്ട് 10 രൂപ കൊടുക്കാനല്ലേ ആയത്. ഇത് മനസ്സിലായ ആളുകൾക്ക് അത് കമന്റ് ചെയ്ത് ആർക്കൊക്കെ ഇതിന്റെ ഉത്തരം കിട്ടുന്ന അറിയണമല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കണക്ക് വന്നിട്ടുള്ളതെന്നുള്ളത്. ഏതായാലും ഞാൻ കണക്ക് കൂട്ടുമ്പോ ഞാൻ ഉത്തരത്തേക്ക് എത്തിക്കണ്. ഇനി ഒരു പണിയുണ്ട് എനിക്ക് ചെയ്യാനായി. അപ്പൊ പറയണില്ല, അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു. ചങ്ങേമാരെ സമയം 7 മണി, 7:05. ഇരുടായി, ലൈറ്റൊക്കെ ഇട്ട് അങ്ങാടി ഫുൾ പവറായി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ലോക്കിൽ പോലും നമുക്ക് കിട്ടിയില്ല. പിന്നെ ലോക്കിൽ കിട്ടില്ല പറഞ്ഞാൽ നിങ്ങളെ ഇതിന് മുമ്പത്തെ ഷോട്ട് കഴിഞ്ഞ ശേഷം എനിക്കൊരു 2 ലോക്കിൽ കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യപ്പെട്ട ട്രിപ്പ് ഞങ്ങളെ കാണിക്കാൻ മാത്രം വലിയ ട്രിപ്പ് കിട്ടിയില്ല. അപ്പോൾ ഞാനിവിടെ ലൈനുണ്ട്. ഒരു കനത്തിലൊന്നുകൂടി അടിച്ചാലേ നമുക്കിന്ന് റൗണ്ട് ആവുള്ളൂ. റൗണ്ട് ആവും നോക്കാം. ചങ്ങന്മാരെ അങ്ങനെ സമയം 8:15. 8:15 നേരത്തെ എനിക്ക് വാണിപ്പലത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടിട്ടോ. ഒരു 60 രൂപയുടെ ട്രിപ്പ്. ഈ ഒരു 60 രൂപയുടെ ട്രിപ്പ് ഞാൻ വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് നാട്ടിൽ നിന്നൊരു ഫോൺ ട്രിപ്പ് ഉണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റലിൽ 40 രൂപയുടെ. അപ്പൊ അതും കിട്ടിയിരുന്നു. ഇത് വലിയ മോശം എന്ന് പറയാനല്ല, എന്നാ പിന്നെ നമ്മളുടെ 1000 രൂപ ടാർഗറ്റിലേക്ക് എത്തിയെന്നോ അല്ലേന്നുണ്ടെങ്കിൽ സംശയമാണ്. ഞാൻ നോർത്ത് സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട്. കുറച്ച്
കുറച്ച് നേരം കൂടി ഒരു 8:45 വരെയൊക്കെ നിന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. ചെങ്ങന്മാരെ ഞാനൊന്ന് വീട് വരെ പോവാണ്. വീട് വരെ പോകുന്ന സമയം എന്ന് പറയുന്നത് 9:10 ആയിട്ടാണ്. 9:15 ഞാൻ സംബന്ധം വെച്ചാല് എനിക്കൊരു ട്രിപ്പ് ഉണ്ട് 9:30. അപ്പേക്ക് ആരും ഉറങ്ങുമ്പോഴേക്കും 1-2 സാധനങ്ങൾ അവർ പറഞ്ഞിരുന്നു. പിന്നെ ആര്യക്കൊരുണ്ട് ഒരു ഐസ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടു കൊടുക്കാം. അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഉപകാരമില്ലല്ലോ. എവിടെ ഉണ്ട്? റൂമിലുണ്ടും പോലെ റൂമിലുണ്ട് എന്നാ പറഞ്ഞ. ഇതൊന്നനക്ക്, ഇതൊന്ന് അമ്മച്ചിക്ക്, അച്ചമ്മക്ക് സബർജില്ലേ. അമ്മ ഏതായാലും പൈസ ഒന്നും വല്ലാതെ തിന്നൂല അല്ലേ? ആ എന്തൊക്കെയാ വർത്താനം? സുഖല്ലേ? പഠിത്തമൊക്കെ കഴിഞ്ഞോ? എന്താ പഠിച്ചേ? തത്തേ? തത്തയൊക്കെ പഠിച്ചും പോലെ. അത് പഠിച്ചാ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ അപ്പോൾ ഇന്നത്തെ ഓട്ടത്തിൽ ഇന്നത്തെ ഓട്ടം നമ്മളടുത്തുള്ള പൈസ ഇതൊക്കെ ഇന്നത്തെ ഓട്ടം. ഉച്ച വരെ നമ്മൾ 400 രൂപയ്ക്ക് ഓടി. ആ 400 രൂപയ്ക്ക് ഓടി. ആ 400 ഈ പേഴ്സിൽ കാണാൻ തന്നെ 10, 15, 20, 25, 30, 35, 40, 45, 47, 49, 51, 53, 55, 56, 560. ഉച്ച വരെയുള്ള 400, 960. ഇപ്പോൾ നമുക്ക് ഇനി ഒരു ട്രിപ്പ് ഉണ്ട് പറഞ്ഞില്ലേ, ആ സ്ഥിരം ട്രിപ്പ്, അതൊരു 200. അപ്പോൾ 1160 റുപ്യ. അപ്പം എന്താ ഇപ്പം എത്ര കൂട്ടി നോക്കാം അല്ലേ? 1260 റുപ്യ. 1260 റുപ്യൊക്കെ അപ്പം ഒന്ന് പോകും അല്ലേ? പൈസ കഴിഞ്ഞ കാട്ടിക്ക. എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തിട്ട് പെട്ട് നാളെ വരാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഞാൻ നല്ല നേരം വരും കടന്നുറങ്ങാം. കാരണം ഞാൻ കൊണ്ടുവിട്ട് വരുമ്പോഴേക്കന്നെ 10-10 ആവും. കാരണം എന്താ പറയുക, റെയിൽവേ ഗേറ്റ് അടവുണ്ട്. അത് ഭയങ്കര ചൊറയാവും ഈ നേരത്ത്. ആയിക്കോട്ടെ.